കെ.എസ്.ആർ.ടി.സി എന്ന സ്ഥാപനത്തിൽ ഏറ്റവും അധികം ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് എംപ്ലോയീസ് അസോസിയേഷൻ. എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഭരണകക്ഷി യൂണിയനെ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഘടനയാണ്. ഞാൻ അസോസിയേഷനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആരോപണം അസോസിയേഷൻ കാറ്റഗറിവാദികളുടെ കൂട്ടായ്മയാണെന്നുള്ളതാണ്. പിന്നെ ഞാൻ അസോസിയേഷനെ അത്ഭുതത്തോടെ വീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം, അസോസിയേഷൻ ഏത് കാലഘട്ടത്തിലും ഈ മെജോറിറ്റിയുള്ള കണ്ടക്ടർ വിഭാഗത്തെ നിർത്തിക്കൊണ്ട് ആ മെജോറിറ്റി ഇല്ലാത്ത ഡ്രൈവർ, മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ വിഭാഗങ്ങളെ അടക്കി ഭരിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഏതായാലും ഈ അടുത്ത കാലത്തായിട്ട് അസോസിയേഷൻ അണ്ണന്മാർക്ക് ഡ്രൈവർ സ്നേഹം കൂടിയിട്ടുണ്ട്. അത് ഈ ജനുവരി ലക്കത്തിൽ അസോസിയേഷൻ ഇറക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് എംപ്ലോയി എന്ന് പറയുന്നൊരു മാസിക, ആ മാസികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമായിട്ട് നമ്മൾ സത്യത്തെ നിഷേധിക്കരുത്. അതായത് ഡ്രൈവർക്ക് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു നിയമം വരിക. അതായത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തം നിയമത്തെ മോദി ഗവൺമെൻറ് പരിഷ്കരിക്കുകയും അത് ഭാരതീയ ന്യായാന്യായ എന്ന് പറയുന്നത്, അതായത് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതൊക്കെ പിന്നീട് വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ, അത് ഞാൻ വേറെ ഗ്രൂപ്പിൽ സംസാരിക്കാറുണ്ട്, അതല്ല ഇതിൻ്റെ വിഷയം. ഏതായാലും ഇവിടെ ഡ്രൈവർമാരെ അതിഭയങ്കരമായിട്ട് ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അസോസിയേഷൻ പറയുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. ഡ്രൈവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ രക്ഷയായ ലോങ് സർവീസ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രക്ഷയായിട്ടുള്ള ഡ്രൈവർ കം കണ്ടക്ടർ ഇതാര് കൊണ്ടുവന്നു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ അവകാശവാദങ്ങൾ ഒരു വ്യക്തിയിൽ പോകേണ്ടതല്ല, ഒരു സംഘടനയിൽ പോകേണ്ടതല്ല എന്ന് കരുതുന്നതാണ്. ഏതായാലും അസോസിയേഷന് അല്ല, അസോസിയേഷൻ അതിനെ ശക്തിയുക്തം എതിർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അസോസിയേഷൻ മുതലക്കണ്ണീരൊഴുക്കുന്നു. ഒരു ഡ്രൈവർ അപകടത്തിൽപ്പെട്ടാൽ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. 10 വർഷമൊന്നും വേണ്ട സഖാവേ. നമ്മളിവിടെ സാധാരണ കണ്ടുവരുന്നത് എന്താണ്? ഞാൻ തിരുവനന്തപുരം ചീഫ് ഓഫീസിൻ്റെ മുൻപിൽ ആദ്യമായി കഴുത്തിൽ ചങ്ങലയിട്ട് ഇരുന്ന് സമരം നടത്തിയൊരു സമരമുണ്ട്. ഞാൻ ഒരിക്കലും ഈ ചാനലിൽ കൂടെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനും സുരേഷ് ബാബു സാറും ചേർന്ന് കഴുത്തിൽ ചങ്ങലയിട്ട് അവിടെ ഒരു സമരം നടത്തി. അത് കരുനാഗപ്പള്ളിയിൽ വെച്ചുണ്ടാകുന്നൊരു വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേര് മരിക്കുന്നു. ആ മരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡിപ്പോയിലെ ഒരു എംപാനൽ ഡ്രൈവറെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എന്നുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്യപ്പെടുന്നു. 17 ദിവസം റിമാൻഡിൽ കഴിയുന്നു. ഏകദേശം 15ാമത്തെ ദിവസമാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഞങ്ങൾ 2 പേരും കൂടി അവിടെ സുരേഷ് സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ചങ്ങലയുമായി പോയി. ഞങ്ങൾ ചീഫ് ഓഫീസിൻ്റെ ഭാഗത്ത് ഞങ്ങളുടെ കഴുത്തിലൂടെ ചങ്ങലയിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. അതുവഴി കടന്നു വന്ന വാമനപുരം MLA ആയിരുന്ന കോലിയക്കോട് കൃഷ്ണൻ നായർ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിന് കോലിയക്കോടോ കോലായിക്കോടോ എന്നുള്ള സംശയമുണ്ട് കേട്ടോ. അവിടെ അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിന് ചീഫ് ഓഫീസിൽ വരുന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഞങ്ങളുടെ സമീപത്ത് വരിക. ആ സമീപത്ത് വരുമ്പോൾ അദ്ദേഹം മാത്രമല്ല കേട്ടോ, സമീപത്ത് വന്നതിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹരീഷൻ സഖാവും എൻ്റെ അടുത്ത് വന്ന് അഭിവാദ്യം അർപ്പിച്ചു. പക്ഷേ കോലിയക്കോട് കൃഷ്ണൻ നായർ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ എന്താണ് വിഷയം എന്നന്വേഷിക്കുകയുണ്ടായി. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അന്നത്തെ ഈ അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള അന്ന് MLA ആയിരുന്ന KK ദിവാകരൻ അവരെ വിളിക്കുകയും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. എങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സമരം നടത്തി പോരുന്നു. പിറ്റേ ദിവസം ആ ഡ്രൈവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് അസോസിയേഷൻ ജാമ്യം എടുത്തു കൊടുക്കുകയും ചെയ്തു. അസോസിയേഷൻ ജാമ്യം എടുത്തു കൊടുത്തു, തർക്കമൊന്നുമില്ല. ഡ്രൈവർമാരോട് എന്നും ക്രൂരമായി മാത്രം പെരുമാറിയിട്ടുള്ളൊരു സംഘടനയാണ് അസോസിയേഷൻ. ഇതിന് അസോസിയേഷൻ്റെ ഏതെങ്കിലും നേതാക്കൾക്ക് മറുപടി പറയാനുണ്ട് എങ്കിൽ അവരുമായി പരസ്യ സംവാദത്തിന് ഒരു പരസ്യമായി ഇതുപോലൊരു മീഡിയയുടെ മുമ്പിലിരുന്നോ അല്ലെങ്കിൽ KSRTC തൊഴിലാളികളുടെ മുമ്പിലിരുന്നോ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അസോസിയേഷൻ എന്നും ഡ്രൈവർമാർക്കെതിരായിരുന്നു. അസോസിയേഷനിൽ എന്നും ഡ്രൈവർമാരായിരുന്നു ഭൂരിപക്ഷം. ഡ്രൈവർ വിഭാഗത്തോട് അസോസിയേഷൻ നടത്തിയിട്ടുള്ള അതിക്രൂരമായ അടുത്ത ഒരു കാര്യം ഞാൻ പറയാം. അതായത് വിവിധ ആക്സിഡൻറ്റുകളിൽപ്പെട്ട് നമ്മളിപ്പോൾ എടുത്ത കേരളത്തിലെ തന്നെ നിലവിലുള്ള കേരളത്തിലെ ആക്സിഡൻ്റൽ ആയിട്ടുള്ള നിയമവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. അതായത് എല്ലിന് പൊട്ടലുണ്ടെങ്കിൽ, ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ അപകടങ്ങൾ, ഇതിനകത്ത് ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഡ്രൈവറെ വേറെ ജോലി ചെയ്യാൻ പണ്ട് KSRTCയിൽ അനുവദിച്ചിരുന്നു. എന്നാൽ അസോസിയേഷൻ അംഗീകാരം
ശക്തമായി നിൽക്കുന്ന LDFിൻ്റെ ഭരണകാലഘട്ടത്തിൽ അസോസിയേഷൻ ഈ നിയമത്തെ പരിഷ്കരിച്ചു. ആ വ്യക്തിക്ക് ഒരു അതർ ഡ്യൂട്ടിയും KSRTCയിൽ കൊടുക്കാൻ പാടില്ല എന്ന് അസോസിയേഷൻ തന്നെ പിന്തുണയോടെ ഇപ്പോഴത്തെ MD മിസ്റ്റർ ബിജു ആ നിയമം നടപ്പിലാക്കി. ഏതായാലും മുതലക്കണ്ടിയിൽ ഒഴുക്കുമ്പോൾ അല്പം അന്തസ്സ് കാണിക്കണം എന്നാണ് നിലവിലത്തെ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്. പഴയ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അയാളും കണ്ടക്ടറായിരുന്നു എന്നുള്ളതാണ്. കണ്ടക്ടർമാർ പ്രശ്നക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ കാറ്റഗറിസം അത് വളരെ മോശമാണ്. നിങ്ങൾ കരുതുന്നത് എന്താണ്? 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, 3 മാസം, 90 ദിവസത്തേക്ക് ഒരുത്തൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക. അവന് പകരം അവിടെ ഗാർഡ് ഡ്യൂട്ടി, പമ്പ് ഡ്യൂട്ടി, SMO അല്ലെ മൈക്ക് അനൗൺസ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അയിത്തമുണ്ട്. KSRTCയിൽ ഡ്രൈവർക്ക് അയിത്തം വെച്ചിട്ടുണ്ടല്ലോ. ഡ്രൈവർക്ക് മെക്കാനിക്കലും KSRTCയിൽ എന്നും അയിത്തം ഉണ്ടായിരുന്നു. അത് അസോസിയേഷൻ മറക്കാൻ ശ്രമിക്കുക. പക്ഷേ അസോസിയേഷനിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഈ വിഡ്ഢികളായിട്ടുള്ള ഡ്രൈവറും മെക്കാനിക്കുമാണ് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് രസകരമായൊരു സംഭവമാണ്. ഏതായാലും അസോസിയേഷൻ ഈ മുതലക്കണ്ണിൽ മോദി ഗവൺമെൻറ് ഇത് ചെയ്തു എന്നാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്തു? അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുന്ന KSRTC ഡ്രൈവർമാർക്ക് അതർ ഡ്യൂട്ടി കൊടുക്കുവാൻ പാടില്ല എന്ന KSRTC മാനേജ്മെൻറ്റ് നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ള മന്ത്ലി കോൺഫറൻസിൽ എടുത്തൊരു തീരുമാനം നിങ്ങൾ എന്ത് ചെയ്തു? എന്തിനാണ് നിങ്ങൾ ഇനിയും അതായത് പണ്ട് നമ്മൾ മറ്റേ കമ്പ്യൂട്ടറിനെതിരെയും പ്രീഡിഗ്രി ബോർഡിനെതിരെയും ഇവിടുത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെയും ഇവിടുത്തെ സാമ്പത്തിക നവീകരണത്തിനെതിരെയും നടത്തിയിട്ടുള്ള കപട സമരങ്ങൾ പോലെ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു വിഡിത്തം നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന യുഗത്തിൽ പഴയതെല്ലാം മനുഷ്യൻ്റെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയാലും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു മുതലക്കണ്ണീർ ഒഴുക്കാണ്. ഏതായാലും മോഡി ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഭാരതീയ ന്യായാന്യായ എന്ന് പറയുന്നതൊക്കെ നിയമം അതെന്തെങ്കിലുമൊക്കെയാണ്. അതിനകത്ത് ഡ്രൈവർമാർക്കെതിരെയുള്ള നിയമത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല, അത് വാസ്തവമാണ്. പക്ഷേ ഇത് പറയുന്നത് ആരാണ്? ഇത് പറയുന്നത് KSRTCയിലെ ജീവനക്കാരൻ്റെ കഞ്ഞുകൂടി പൊട്ടിക്കുന്ന, KSRTCയിലെ ഡ്രൈവറെ അയിത്തത്തോടെ മാറ്റി നിർത്തുന്ന, 5 അതർ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർമാർ ഇരിക്കുമ്പോൾ ഒരു അതർ ഡ്യൂട്ടി വെഹിക്കിൾ സൂപ്പർവൈസർക്ക് സ്ഥാനം കൊടുക്കാൻ മടിക്കുന്ന, അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന അസോസിയേഷൻ്റെ മുൻ നേതാക്കന്മാർ ഇപ്പോൾ ഇവിടെ ക്ലസ്റ്റർ ഓഫീസർമാരായിട്ടും ജില്ലാ ഓഫീസർമാരായിട്ടും ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ അസോസിയേഷൻ അല്പമെങ്കിലും ഉളുപ്പ് വേണം. നിങ്ങളെ പേടിച്ചുകൊണ്ടും ട്രാൻസ്ഫർ പേടിച്ചുകൊണ്ടും ആബ്സെൻറ്റ് മാറ്റാനും ഒക്കെ ചില ആളുകൾ നിങ്ങളെ ചിന്താ വിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് പക്ക കാറ്റഗറിസമാണ് നിങ്ങൾ കാണിക്കുന്നതും പറയുന്നു. ഏതായാലും വളരെ നന്ദിയുണ്ട്. മോദിക്കെതിരെയെങ്കിലും ആയിട്ട് ഡ്രൈവർമാരെ സ്നേഹിക്കാൻ കാണിച്ച നല്ല മനസ്സ് അതേക്കാനും കൊള്ളാം, വെള്ളൻ. പക്ഷേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പെരുവഴിയിൽ ഉടുമുണ്ടൂർ ഉരിഞ്ഞവൻ്റെ അവസ്ഥയിലാണ് KSRTCയിൽ നിൽക്കുന്നത് എന്നോർക്കണം. അസോസിയേഷൻ എന്ന് പറയുന്നത് KSRTCയിലെ ഏറ്റവും വലിയ ഡ്രൈവർ വിരോധികളുടെ സംഘടനയാണ്. അത് എപ്പോഴും ഫേവർ ചെയ്യുന്നത് അവരുടെ നേതാക്കന്മാരായിട്ടുള്ള കണ്ടക്ടർമാരെയാണ്. ഇതിനൊരു മറുപടിയും കൂടിയുണ്ട്. കാരണം അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നിന്നിട്ടുള്ള ആളുകളായിട്ടുള്ള ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്കെതിരെ പോലും അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ ഗ്രൂപ്പുകളി നടത്തിയിട്ടുള്ളതും എനിക്കറിയാം. ഏതായാലും ഞാൻ വെല്ലുവിളിക്കുന്നു, അസോസിയേഷൻ എന്നു മുതലാണ് ഡ്രൈവർമാരെ സ്നേഹിച്ചു തുടങ്ങിയത്? അസോസിയേഷൻ എന്ന് പറയുന്ന KSRTCയിലെ എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഡ്രൈവർ വിരുദ്ധ സംഘടനയാണ്. ആ സംഘടന ഇപ്പോൾ മോദിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഡ്രൈവർ സ്നേഹികളാകുന്നു എന്ന് കരുതി ഇപ്പോൾ ഇത് പറഞ്ഞു കരുതി ഞാൻ മോദി പ്രേമിയാണെന്ന് പറയണ്ട. എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഏതായാലും രാഷ്ട്രീയമല്ല, നിങ്ങൾ കാണിക്കുന്ന കാപട്യമാണ്. ഞാനത് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഡ്രൈവർമാർ ഈ 10 വർഷം ജയിലിൽ കിടക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നിലവിൽ ഇവിടെ കട്ട് ചെയ്യപ്പെടുന്ന ലൈസൻസ് കട്ട് ചെയ്യപ്പെടുന്ന ഡ്രൈവർമാർക്ക് അതർ ഡ്യൂട്ടി നൽകാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് എനിക്ക് സ്വിഫ്റ്റ് നടത്തേണ്ടി വരുന്നത് എന്ന് മിസ്റ്റർ ബിജു പ്രഭാകർ പറയേണ്ടി വരുന്നൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വിഫ്റ്റിൽ ഞാൻ ഡ്രൈവർ കം കണ്ടക്ടറെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്തിനാ? ലാഭത്തിലാക്കാൻ. എന്തിനാ? അപകടം കുറയ്ക്കാൻ. അതായത് കൊല്ലത്ത് വെച്ച് നടക്കുന്ന അപകടം ഞാൻ ഒരു ദിവസം മുമ്പേ ഈ ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പിലാക്കിയിരുന്നു എങ്കിൽ ആ ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് കരഞ്ഞു പറഞ്ഞ ഒരു MD ഉണ്ടായിരുന്നു, ടോമിൻ തച്ചങ്കരി. ആരാണ് ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പിലാക്കാൻ ഇവിടെ എതിര് നിന്നത്? ഇപ്പോഴും ആരാണ് എതിര് നിൽക്കുന്നത്?
അത് അസോസിയേഷനാണ്. ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അസോസിയേഷൻ്റെ ഈ കാറ്റഗറിസം അവസാനിപ്പിക്കണം. ചെക്കർമാർക്ക് വേണ്ടിയും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടിയുമുള്ള ആ കാറ്റഗറി പ്രേമത്തെ നിങ്ങൾ ഒഴിവാക്കണം. ഏതായാലും മോദിക്കെതിരെയുള്ള മുതലക്കണ്ണീര് നല്ലതായി. മോദിക്കെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടോ പിണറായി വിജയനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടോ ഉള്ള പ്രശ്നമല്ല, നിങ്ങൾ പറയുന്നതിലെ ആത്മാർത്ഥതയുടെ വിരുദ്ധത എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. KSRTCയിലെ ഡ്രൈവർമാരെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന സംഘടന അസോസിയേഷനാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പൊതുസംവാദത്തിന് ഏതെങ്കിലും മാധ്യമത്തിന് മുമ്പിൽ വെച്ചോ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ചോ താല്പര്യമുണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാനിത് വിശദീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Thank you.